രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നുമാണ് നിലവിൽ വിദേശത്തുള്ള യുവതിയുടെ മൊഴി. ആശുപത്രി രേഖകൾ ഉൾപ്പെടെ നിർണായക തെളിവുകൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറി. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും അതിജീവിതയുടെ പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് വന്ന 2 ബലാത്സംഗ പരാതികൾക്കും സമാനമാണ് പുതിയ പരാതിയും. നിലവിൽ കാനഡയിലുള്ള തിരുവല്ല സ്വദേശിയായ അതിജീവിത ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. പരാതിക്ക് പിന്നാലെ വീഡിയോ കോൺഫറൻസ് വഴിയും അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി രാഹുലിനെ പരിചയപ്പെട്ടത്. റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഹോട്ടൽ മുറിയിലെത്താൻ രാഹുൽ ആവശ്യപ്പെട്ടു. മുറിയിലെത്തിയപ്പോൾ കടന്നുപിടിച്ചു. ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. കുഞ്ഞുണ്ടാകട്ടെ എന്നു പറഞ്ഞായിരുന്നു പീഡനം. വിവാഹബന്ധം വേർപെടുത്തണമെന്നും താൻ വിവാഹം ചെയ്തോളാമെന്നുമായിരുന്നു രാഹുലിന്റെ വാഗ്ദാനമെന്ന് അതിജീവിത പറയുന്നു. മുഖത്തടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു. ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു. മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കുമെന്നും രാഹുലിന്റെ അധിക്ഷേപം. DNA പരിശോധനയ്ക്ക് തയ്യാറെന്ന് യുവതി പറഞ്ഞെങ്കിലും രാഹുൽ തയ്യാറായില്ല. ഗർഭഛിദ്രത്തിന് രാഹുലിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായി. വിവരമറിഞ്ഞപ്പോൾ ഫോണിൽ നമ്പർ ബ്ലോക്ക് ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ വീണ്ടും ക്ഷമ പറഞ്ഞ് തിരിച്ചെത്തി. രാഹുൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും മൊഴിയിലുണ്ട്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഫ്ളാറ്റ് വാങ്ങിയില്ലെങ്കിലും പലപ്പോഴും പണം കൈപ്പറ്റി. ഐഫോണും വില കൂടിയ വാച്ചുകളും ചെരുപ്പുകളും വാങ്ങി നൽകി. പിന്നീട് പരാതികളെത്തിയപ്പോൾ ഫെന്നി നൈനാൻ വഴി രാഹുൽ തന്നെ ബന്ധപ്പെട്ടെന്നും അതിജീവിത പറയുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്നും പരാതി നൽകരുതെന്നുമായിരുന്നു ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.